ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ലൂക്ക എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ. സാധാരണ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ, കനത്തടി കിട്ടുന്ന പോലെ ഒരു ദുരന്തം വന്ന് കയറിക്കഴിഞ്ഞാൽ, മാറാത്ത രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, തുടരെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയും അത് അവൻ ചെയ്ത തെറ്റിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ അപ്പനപ്പൂപ്പനൊക്കെ തലമുറകൾക്ക് മുമ്പ് ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ റിസൾട്ടാണ്. ഈശോ പറയും, മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ദുരന്തങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരണം അവൻ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ചാരി വെക്കരുത്. ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഗലീലക്കാരായ കുറച്ചുപേരുടെ രക്തം പീലാത്തോസ് നിലത്ത് വീഴ്ത്തിയത് ഈശോ കേട്ട് ഈശോ അത് അറിയുന്നത് കൊണ്ടാണ്. എന്നിട്ട് ഈശോ ചോദിക്കും, ഈ പാവം പിടിച്ച ഗലീലക്കാർ ഇത്രയൊക്കെ അനുഭവിക്കാനുള്ള കാരണം അവർ മറ്റെല്ലാ ഗലീലക്കാരെക്കാളും കൊടിയ കരി പിടിച്ച പാപികളായതുകൊണ്ടാണോ? അല്ലല്ലോ. സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് കൊല്ലപ്പെട്ട് അവർക്ക് ആ ഗതി വരാനുള്ള കാരണം അവർ ജെറുസലേമിൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ബാക്കി എല്ലാ ജെറുസലേംകാരെക്കാളും തെറ്റുകാരായതുകൊണ്ടാണോ? 6-ാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറയും, അല്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് ഈശോ പറയും, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവർ നിങ്ങൾക്കൊരു എക്സാമ്പിളാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒറാക്കിൾ ഓഫ് ഡൂം എന്നൊക്കെ പറയും. അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഈശോ ഒരു നാശം പ്രവചിക്കാനാണ്. അങ്ങനെ ചെയ്താൽ രക്ഷപ്പെടും, ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടില്ല. ഇതേ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റാണ്. അതായത് പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞു, പശ്ചാത്തപിക്കേണ്ടത് എപ്പോഴാണ്, എപ്പോൾ പശ്ചാത്തപിച്ചാൽ രക്ഷപ്പെടാം, എങ്ങനെ പശ്ചാത്തപിക്കണം. ഈശോ പറയും, നിന്റെ ജീവിതത്തിന്റെ ലാസ്റ്റ് മിനിറ്റ് വരെ നിനക്ക് സമയമുണ്ട് പശ്ചാത്തപിക്കാൻ. ചിലപ്പോൾ ഈശോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു വാക്കായിരിക്കും പറയുന്ന സെക്കൻഡ് ചാൻസ് എന്നൊക്കെ ഉള്ളത്. കാരണം 70 തവണ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കർത്താവ് എന്തായാലും വിചാരിക്കുന്നുണ്ടാവും, ഒരു പാപി സെക്കൻഡ് ചാൻസിനേക്കാളൊക്കെ കൂടുതൽ കരുണ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു അത്തിവൃക്ഷം നട്ടുവെക്കുന്നു. ഈ പറയുന്ന അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിലെ എല്ലാ മുന്തിരിച്ചെടികളുടെയും വളവും വെള്ളവും അകത്താക്കുന്നു. എന്നാൽ ഈ അത്തിവൃക്ഷം 3 വർഷമായിട്ട് ഒരു ഫലം പോലും തന്നിട്ടില്ല, ഒരു കായ് പോലും പൂത്തിട്ടില്ല. ഓണർ പറയും അതിനെ വെട്ടിക്കളയണം. കൃഷിക്കാരൻ പറയും വേണ്ട, 1 വർഷം കൂടി നിൽക്കട്ടെ, ചുവട് കിളച്ച് വളമിട്ട് നോക്കാം, വെള്ളം ഒഴിച്ചു നോക്കാം, ഈ 1 വർഷത്തിനുള്ളിൽ അത് ഫലം തന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. അതായത് 1 വർഷം തീരാൻ അവസാന ദിവസം ഒരൊറ്റ ദിവസം ഉള്ളെങ്കിലും അന്നത്തെ തലേ ദിവസം പോലും ഒരു പൂവിട്ട് കഴിഞ്ഞാൽ ഇയാൾ അതിനെ വെട്ടിക്കളയില്ല. അതുവരെ ഈ അത്തിവൃക്ഷത്തിന് സമയം കൊടുത്തേക്കാണ് കർത്താവ്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ദിവസമെങ്കിൽ അവസാന ദിവസം വരെ നമുക്ക് സമയം തന്നേക്കാണ് പശ്ചാത്തപിച്ച് ഈശോയുടെ അടുത്തോട് തിരിച്ചു വരാൻ. അവസാനത്തെ മണിക്കൂർ 11-ാമത്തെ മണിക്കൂറിൽ പോലും തിരിച്ചു വന്നാൽ കൂലി തരുന്ന ദൈവം എന്നുള്ളൊരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തെറ്റായ ശീലങ്ങൾ മാറ്റി കർത്താവിൻ്റെ അടുത്തോട്ട് വരാൻ നോക്കാം. ആമേൻ.